എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് പോകണം, ഏതൊക്കെ ടൈപ്പ് മെഡിസിൻ ഉപയോഗിക്കണം, നിയമസഹായം ഇങ്ങോട്ട് തന്നെ കിട്ടും. അതിന്റെ ഫർദർ കാര്യങ്ങളിൽ മാത്രം മാൻമെയ്ഡ് അസിസ്റ്റൻസി പോയാൽ മതി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ സമയം മിച്ചം പിടിക്കാനായിട്ടാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കണ്ടുവരുന്ന മനുഷ്യന്റെ എന്താണ് ക്രിയേറ്റിവിറ്റി ഒക്കെ ഇത് ഏറ്റെടുക്കുകയാണ്. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം നല്ല ഡിസൈൻ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ലാപ്ടോപ്പ് വേണം, കമ്പ്യൂട്ടർ വേണം, ഓഫീസ് വേണം, കാര്യങ്ങൾ വേണം. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ വർക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയമാണ് നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ ഏറ്റവും വലിയ കാര്യം നമുക്കറിയാം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും കസ്റ്റമറെ സംബന്ധിച്ച് വന്ന ഉടൻ തന്നെ പ്രോഡക്റ്റ് കിട്ടി, എത്രയും പെട്ടെന്ന് പ്രിന്റ് ആയിട്ട് കിട്ടണം എന്നുള്ളതാണ് ഓരോ ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കിട്ടുന്ന ആർട്ടിഫിഷ്യൽ സഹായം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ടൈപ്പിംഗ്, നമുക്കറിയാം അക്ഷരങ്ങളും ചിത്രങ്ങളും കൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഇത്രയധികം ഒരു പ്രൊഫഷണൽ മേഖല അത് കൊണ്ടുവരുന്നത്. അപ്പൊ അക്ഷരങ്ങളെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യണമെങ്കിൽ നമുക്കുള്ള സംവിധാനങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ കൂടുതൽ എംപ്ലോയീസിന്റെ വേഗത, അവരുടെ പെർഫോമൻസ്, ക്രിയേറ്റിവിറ്റി ഒക്കെയാണ് നമ്മുടെ ഒരു വാല്യൂ ആയിട്ട് മാറുന്നത്. അപ്പൊ അവർക്ക് ടെൻഷനും സ്ട്രെയിനും കുറയ്ക്കാവുന്ന രീതിയിലുള്ള സംവിധാനത്തിൽ നമുക്ക് അവരെയും കൂടെ AI രംഗത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ചുരുങ്ങിയ സമയത്തുണ്ട്. സാർ ഓർമ്മിച്ച പോലെ തന്നെ ചിത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിന്റെ ഒരു ആവശ്യമില്ല. അതുപോലെ ഒരു നല്ല ആനിമേഷൻ ചിത്രം ഉണ്ടാക്കാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ മൊബൈൽ ഫോണിൽ തന്നെ വലിയ എന്താണ് ഓസ്കാർ അവാർഡ് കിട്ടുന്ന ചിത്രങ്ങൾ സെറ്റാക്കുന്ന രീതിയിലുള്ള സംവിധാനമൊക്കെ ചെയ്യാൻ പറ്റും. ഇന്ന് ടോമി സാറിനോട് ഞങ്ങൾ വന്നപ്പോൾ നമുക്കറിയാം, വളവുകളും പൊളവുകളുള്ള വഴിയാണ്. ആ വഴിയിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ബസ് കയറി വന്നു. ആകെ ടെൻഷനായിട്ട് മാറി. അപ്പൊ ആ വണ്ടി കയറി വന്നപ്പോൾ നമുക്ക് തൊട്ട് മുമ്പിൽ ഒരു ഫോട്ടോ എടുത്തു വെച്ചു. പക്ഷെ വണ്ടി എടുക്കാൻ പറ്റിയില്ല. നമുക്കൊരു പത്രത്തിൽ വാർത്ത കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയയിൽ വാർത്ത കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് കയറി വന്ന വണ്ടി നമുക്ക് അപകടം ഉണ്ടാക്കുന്നത്, സാറ് വെട്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്ട്രെയിൻ ആയിപ്പോയി. അപ്പൊ അങ്ങനെ ഒരു ദൃശ്യം നടന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ ഇപ്പൊ നിർദ്ദേശം അനുസരിച്ച് AI ആണെന്നുള്ളത് മെൻഷൻ ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പൊ ഇന്ന് നടന്നൊരു സംഭവമാണ്. പക്ഷെ ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു മുമ്പിൽ വണ്ടി. അപ്പൊ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യാനായിട്ടുള്ള ചിത്രങ്ങൾ, പ്രത്യേകിച്ച് പ്രിന്റിംഗ് ടെക്നോളജിയോടൊപ്പം തന്നെ മാഗസിനൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ ദൃശ്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം, വൈഫിന്റെ സ്കൂളിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തരാന്ന് ചോദിച്ചു. അവരെല്ലാവരും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. പക്ഷെ ഇങ്ങനെയുള്ള ഫോട്ടോ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോയിൽ നമുക്ക് ചേർക്കാൻ പ്രയാസമാണ്. അപ്പൊ ഞാൻ തലപോലെ ആലോചിച്ചു, ഒരു മാഗസിൻ വർക്കിന് വേണ്ടി സെറ്റ് ആക്കണം. അപ്പോ ജെമിനിയിൽ കൊണ്ടിട്ട് പറഞ്ഞ ഇവരെ മുൻനിരയിൽ ഇരിക്കുന്നവരോ ഇരുത്തി തരണം. അതൊരിക്കലും നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അവരെ റീഅറേഞ്ച് ചെയ്തിട്ട് ഇരിക്കുന്നവരാക്കി ഫ്രണ്ട് റോയില് പക്കയായിട്ട് ഇരുത്തി തന്നു. അപ്പൊ മുഖത്തിന് ചെറിയ വ്യത്യാസം കാണും. അത് നമുക്ക് ആദ്യത്തെ മുഖം എടുത്ത് ഫോട്ടോഷോപ്പിൽ ഓവർടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഒരു ദൃശ്യങ്ങൾ നമുക്ക് പുനരാവിഷ്കരിക്കാൻ പറ്റും. അതിൽ വേറൊരു ഉദാഹരണം എന്ന് പറയുന്നത്, മോളുടെ ആദ്യകുർബാനയാണ്. അപ്പൊ പ്രസിൽ പോകാൻ സമയം കിട്ടിയില്ല, അവരുടെ പ്രിന്റ് എടുക്കണം. അപ്പോ എന്തായാലും ഡിസൈൻ ചെയ്തെടുക്കാൻ നല്ല പ്രയാസമായിരിക്കും. അപ്പൊ അങ്ങനെ ChatGPT-യിൽ നമ്മുടെ പേര്, മോളുടെ പേര്, വീട്ടുപേര്, അഡ്രസ്സ്, എവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്, ഡേറ്റ് എന്താണ്, ഇത്രയും കാര്യം കൊടുത്തു. എന്നിട്ട് ഈ ChatGPT-യുടെ ഒരു ഫോട്ടോയും കൂടെ നമ്മൾ ആഡ് ചെയ്തു ഫയലിൽ. അത്രയും കൊടുത്തു കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു. കാരണം നമ്മള് മണിക്കൂറുകൾ ഇരുന്ന് ചെലവഴിക്കപ്പെടുന്ന സംഭവം അതേ ടീമോട് കൂടി അതിനുള്ള ഡയഗ്രാംസ്, ഗ്രാഫിക്സ് ഒക്കെ ചേർത്ത് ഫോട്ടോ ഒന്നുകൂടി എൻഹാൻസ് ചെയ്ത് തന്നു. പിറ്റേന്ന് രാവിലെ അത് പ്രസിലേക്ക് കൊടുത്ത് അത് പ്രിന്റ് കിട്ടിച്ചു. അപ്പൊ വെച്ചാൽ നമ്മുടെ സമയം, അതുപോലെ തന്നെ നമ്മുടെ അവൈലബിലിറ്റി എല്ലാം സ്പീഡപ്പ് ചെയ്യാൻ പറ്റുന്നത് പ്രിന്റിങ്ങിൽ ഏറ്റവും അധികം വേണ്ടിയുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് വളരെ വേഗം നമുക്ക് പ്രാക്ടീസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് ചെയ്തുകൊണ്ട് പോകാനായിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവരും ഫോണിൽ വൈഫൈ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പ്രാക്ടിക്കൽ സെഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു അക്ഷരത്തിന് ഇഷ്ടം പോലെയുണ്ട്. കാരണം ഞങ്ങളെപ്പോഴും മാഷന്മാർ പഠിപ്പിച്ചിട്ട് കേൾക്കാതെ പോകുന്ന സംഭവമാണ് അക്ഷരം. നമ്മൾ പഠിച്ച കാലത്ത് അറിയാം, നമ്മളെ പഠിപ്പിച്ച സാറന്മാർ ഒരു അക്ഷരം തെറ്റിയാൽ മാർക്ക് തരത്തില്ല, അവർ അക്ഷരം തെറ്റിയാൽ അടിയും വെച്ച് തരും. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് അക്ഷരങ്ങൾ പഠിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ഇന്ന് അക്ഷരങ്ങളുടെ പ്രാധാന്യമില്ലാത്ത ലോകത്തേക്ക് വരികയാണ്. പക്ഷെ നമ്മുടെ പ്രിന്റിങ്ങില് അക്ഷരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ധനനഷ്ടം ഉണ്ടാകും, മാനനഷ്ടം ഉണ്ടാകും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും അടിച്ചതായ പ്രിന്റ് വേസ്റ്റ് ആയി പോകുന്ന സാഹചര്യമുണ്ട്. വീണ്ടും ഒരു റീപ്രിന്റ് നമ്മുടെ ഇരട്ടി സമയം വേണ്ടി വരുന്നുണ്ട്. പ്രൂഫ് റീഡിങ്ങിന് നമ്മൾ പൊതുവെ പറഞ്ഞ ആരും തന്നെ വായിക്കില്ല. നമ്മൾ ആൾക്കാരോട് ഓക്കെ റെഡി പ്രിന്റ് അടിക്കാൻ പറയും. പിന്നെ പ്രിന്റ് കൈ കിട്ടുമ്പോഴായിരിക്കും ആൾക്കാർ കാണുന്നത്. അപ്പൊ നമ്മുടെ അക്ഷരങ്ങൾ നമുക്ക് കിട്ടുക എന്നുള്ളത് പ്രാധാന്യമാണ്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം, നമ്മുടെ കൂടെയുള്ള DTP വർക്കേഴ്സ് വർക്ക് ചെയ്യും. നല്ല തിരക്കുള്ള സമയത്ത് ഇരട്ടി പറയും. അപ്പോഴായിരിക്കും ഒരു പ്രോജക്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ബുക്കിന്റെ കാര്യങ്ങൾ. ഈ സമയം
നമുക്ക് അല്പം കൂടെ സമയം കിട്ടുവാണെങ്കിൽ, തിരക്കിനിടയിൽ അല്പം സമയം കിട്ടുവാണെങ്കിൽ വീട്ടിൽ പോലെ ചെയ്യാൻ പറ്റും. കിട്ടിയേക്കുന്ന മാറ്റർ DTP ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മാറ്റർ സ്പീച്ച് നോട്ട്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഉപയോഗിക്കാറുണ്ടോ സ്പീച്ച് നോട്ട്സ് എന്ന് പറയുന്നത്? ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്പീച്ച് നോട്ട്സ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് പറ്റില്ല. സ്പീച്ച് നോട്ട്സ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഉപയോഗിക്കുന്നതാണോ? അപ്പൊ നമുക്ക് അവിടെ തുടങ്ങാം. സാർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് സ്പീച്ച് നോട്ട്സ് ഉണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് സ്പീച്ച് നോട്ട്സ് നമുക്ക് അക്ഷരത്തിൽ തുടങ്ങാം. ചുരുങ്ങിയ സമയം കൊണ്ട് സ്പീഡപ്പ് ചെയ്യാവുന്നതാണ്. സ്പീച്ച് നോട്ട്സ് ഈ ഒരു സെർച്ച് ചെയ്യാം. ഈ ലോഗോയാണ്. ലോഗോ വലിപ്പത്തിൽ കാണിക്കാം. അപ്പോൾ ഓരോന്ന് പെട്ടെന്ന് ചെയ്തു പോകും, അധികം സമയം കളയാതിരിക്കും. മലയാളം ടെക്സ്റ്റ് ഇമേജ് എഡിറ്റർ. നമുക്ക് ഈ ബ്രോഷറൊക്കെ അടിക്കാം. ബ്രോഷർ പോസ്റ്റർ ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ. ക്വാളിറ്റി മലയാളം TXT മലയാളം ടെക്സ്റ്റ് മലയാളം ടെക്സ്റ്റ് TXT മലയാളം ടെക്സ്റ്റ് ഇമേജ് എഡിറ്റർ. അത് പക്ഷേ ഇതിനകത്തെ എനിക്ക് വന്നേക്കുന്നത് എനിക്കത് ഇങ്ങനെ ഫസ്റ്റ് ഇന്റർഫേസ് ഇതുകൂടെ വന്നു. താഴെ പ്ലസ് ചിഹ്നമില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതിനോട് കൺവേർട്ട് ചെയ്യണം. ഇതേ വന്നേക്കുന്നത് യൂണിക്കോഡ് അല്ല. ഇപ്പം നമുക്ക് ലെറ്റർ എന്തായാലും കിട്ടും. അതായത് നമുക്കിപ്പം ഗൂഗിൾ ക്രോമിക്ക് ഇറക്കി കഴിയുമ്പോൾ ഏതാണ് ടൈപ്പ് ചെയ്യണ്ടേ? ട്രാൻസ്ലേറ്റ് കൊടുക്കുക. ട്രാൻസ്ലേറ്റ് ഇത് നമ്മുടെ ഇതിലുണ്ടോ, ചാറ്റ് GPT ലുണ്ടേ. അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ നോക്കിയിട്ട് അക്ഷരങ്ങൾ എടുക്കുന്ന ഓക്കെ ഓക്കെ. ഇത് ഞാൻ പണ്ട് ഉപയോഗിച്ച, പക്ഷെ അത് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്കത് ടൈപ്പ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എടുക്കുമ്പോൾ അത് പ്രശ്നമായിട്ട് മലയാളത്തിന്റെ അല്ലേ? ഇംഗ്ലീഷിന് വരുമ്പോൾ നമുക്ക് തമിഴിലോ അല്ലേ മലയാളത്തിനും പ്രശ്നമാണ്. അതിന്റെ ആ വിഷ്വൽസ് എല്ലാം കറക്റ്റായിട്ട് ആവുന്നത്. നമ്മൾ ആ ഒരു മാറ്റർ ആഡ് ചെയ്യുക, തെറ്റാതെ ആഡ് ചെയ്യുക, അത്രയും വരും. നമുക്കൊരു സമയം കൂടുതലെടുക്കുന്ന സംഭവം ഒരു പുതിയൊരു ലോഗോ ഡിസൈൻ ചെയ്യുന്നതിനെ ബന്ധപ്പെട്ട് അപ്പോൾ ഒരു ടാസ്ക് ഇതാണ്. ഓൾറെഡി അത് മൂലമറ്റം പവർ ഹൗസിന്റെ 50-ാം വർഷമാണ്. അപ്പൊ നമ്മുടേതായ രീതിയിൽ ഒരു ലോഗോ ഡിസൈൻ ചെയ്യും. അപ്പൊ അതിന് നമുക്ക് ചാറ്റ് GPT ആണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ചാറ്റ് GPT എടുക്കുക. നമ്മുടെ സ്വന്തം നമുക്ക് ഇങ്ങനെ അടുത്ത പിന്നെ സീൻ ബൈ സീൻ ഇങ്ങനെ അതന്നെ കിട്ടും. രണ്ട് ക്യാരക്ടറുകളും ഇവര് വെച്ച് ഒരു ക്യാരക്ടറെ ഫോട്ടോ എടുത്തു. അതിൻ്റെ അകത്ത് നിങ്ങൾ രണ്ടാളും പിന്നെ അടുത്ത നമുക്കും ഈ ഓരോ 8 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് സാധനമൊക്കെ നിങ്ങൾ രണ്ടാളെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് ആംഗിൾ ഷോട്ട് പറയണം. കാരണം ഞാൻ കുറച്ചൊക്കെ ഈ ഷോർട്ട് ഫിലിമും ഡോക്യുമെന്ററി നിങ്ങളെ മറ്റാളെ ചെയ്തപ്പോൾ ഞാൻ ആ ഡോക്യുമെന്ററി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ട് 2 പഞ്ചായത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ ഡോക്യുമെന്റ് ചെയ്ത് കൊടുത്ത് ഈ 16 പഞ്ചായത്ത് ഒരു 1 ലക്ഷം റുപ്യ പദ്ധതി ഉണ്ട്. അവര് 1 ലക്ഷം റുപ്യ അതിന് കിട്ടും. അവരതൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് 16,000 റുപ്യ കിട്ടി. എനിക്കാകെ 25,000 റുപ്യ ചിലവ് വന്നു. അപ്പൊ ഇങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അറിയോ ഓൾറെഡി നമ്മുടെ ലെറ്റർ മാത്രമല്ല, പിക്ചർ മാത്രമല്ല, വിഷ്വലിലേക്ക് കയറി നമ്മുടെ നല്ല പ്രോഡക്റ്റ് തന്നാണ്. പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ നല്ല പ്രസ്സുകളുണ്ട്. അവിടെ തന്നെയല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ. അത് ശരിയാണേ മോനെ. നാട്ടുകാരെ പിന്തുണയ്ക്കുന്നതാണ് നല്ലത്. അവര് നമ്മുടെ വോട്ടറും കൂടിയാണ്. ഇലക്ഷൻ പ്രചരണത്തിൽ തൊട്ടടുത്തുള്ള അച്ചടി സ്ഥാപനങ്ങളെ സമീപിക്കും. അതിന്റെ വോയിസ് പക്ഷെ ഇതിന് വോയിസ് ഇലക്ഷൻ പ്രചരണത്തിന് കുറച്ച് നോട്ടീസ് അടിക്കണം. അയ്യോ അച്ഛാ എന്ത് പിടുത്തമാ നിങ്ങൾ ചെയ്യുന്നത്. സാധനമില്ല. നാട്ടിൽ തന്നെ നല്ല പ്രസ്സുകളുണ്ട്. അവിടെ തന്നെയല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ. അത് ശരിയാണേ മോനെ. നാട്ടുകാരെ പിന്തുണയ്ക്കുന്നതാണ് നല്ലത്. അവര് നമ്മുടെ വോട്ടറും കൂടിയാണ്. ഇലക്ഷൻ പ്രചരണത്തിൽ തൊട്ടടുത്തുള്ള അത് ഞാൻ അതിന് ചെയ്തത്. ഇത് ഈ സാധനം ബേസ് ചെയ്ത് തന്നെ ആ ബസ് പോവാണ്. അത് ആ ബസ് അവർ കയറാൻ നിൽക്കുന്നിടത്ത് തന്നെ
ആ ബസ് പിന്നെ കേരള അച്ഛ അതായത് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുള്ള അതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻസ് പ്രത്യേകം അറിയോ നമുക്ക് ഇതിനകത്ത് അല്ല ഇത് ആപ്പിന്റെ പേര് വന്നു അല്ലേ? അതും മറന്നുപോയി. അല്ല ഒത്തിരി ഉണ്ട് പൈസ ഉണ്ട്. ഇപ്പൊ വേറെ ചിന്തല്ല, ഇപ്പം ആണുങ്ങളുടെ പരിപാടി അറിയോ? ഇപ്പൊ ഈ ആണുങ്ങളുടെ ജെൻസിന്റെ ഏതെങ്കിലും വീഡിയോ പേജ് ആരും ലൈക്ക് ചെയ്യില്ല. അതുകൊണ്ട് അവര് ചെയ്യുന്ന വെച്ചാല് ഒരു ഫീമെയിൽ ഒരു പെൺകുട്ടിയെ അവര് സങ്കല്പിച്ചിട്ട് അതിനെ വീഡിയോ ആക്കും. വീഡിയോ ആക്കിയിട്ട് ടൂർ പോകുന്നു പറയുമ്പോൾ ഇച്ചിരി കൂടിയ ആയിരിക്കും പറയുന്നത്, ഇന്ന് ഹസ്ബൻഡ് വീട്ടിലില്ല, പകരം യോഗ പഠിപ്പിക്കാൻ ആള് വരുന്നുണ്ട്, അതേപോലെ ജീവിച്ചു പോകും. ഇങ്ങനെയൊക്കെ ഡയലോഗാണ്. നമുക്ക് ഇപ്പൊ കമന്റ് ഇടാൻ തോന്നും, ഇടി വഞ്ചകി ഈ എന്ന് അറിയുന്നില്ല. അത്ര ഒറിജിനാലിറ്റിയാണ്, അത്ര ഫിനിഷിങ് ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഇതിങ്ങനെ കുറെ വീഡിയോ അവർ യാത്ര ചെയ്യുന്നതും മീൻ വെട്ടുന്നതും എന്റെ കഷ്ടപ്പാട് ഹസ്ബൻഡ് ദൂരെയാണ് ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ ചില ആൾക്കാർ ടൂർ കൊടുക്കും, 15 പേർക്ക് റീച്ച് ആകും പേജ്. ഒത്തിരി ഉണ്ട്. അപ്പൊ അവരെ ഈ പറഞ്ഞ സീരിയലില്ലേ, ഇപ്പൊ അവിടേക്ക് ആ പോയിന്റ് 2 ക്യാരക്ടർ, ആ 2 ക്യാരക്ടർക്ക് ഒരു 5000 മിനിമം കൊടുക്കണം, അല്ല 2000 രൂപ മിനിമം കൊടുക്കണം. അടുത്ത് ക്യാമറയ്ക്ക് സ്റ്റിൽ ക്യാമറയ്ക്ക് 10000 രൂപ വരെ ഒരു ദിവസം വാടകയാണ്. ഇത്രയും ഒരു ഡയലോഗ് പഠിപ്പിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്